എനിക്ക് മരൻ എന്താ പാട്ട് പാട്ട് കേക്കുവാ എത്രയോ പുറത്തു പോവാ എന്താ എടീ പറ പ്രേമം എടീ എനിക്ക് ഇവിടെ ഒരു വേദനയാ പക്ഷെ വേദന അല്ല പക്ഷെ എന്തോ ഒരു ഇടയ്ക്ക് പാട്ടൊക്കെ കേൾക്കുക തലയില് പാട്ടോ ആ നിനക്ക് വട്ടാണോ എനിക്കും അതാ ഇപ്പൊ ഡൗട്ട് ഇത് വല്ലാത്തൊരു ഫീലാട്ടോ പകല് മൊത്തം ഞാൻ ബേസിലെടുത്തത് പറയാൻ നോക്കി പക്ഷെ എനിക്ക് ഇത് മാത്രം പറയാൻ പറ്റിയില്ല ബേസിലോ നീ അവനോട് പറയുന്നതാണോ ആലോചിക്കുന്നേ അമ്മ അറിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് പിന്നെ ഞാനിപ്പോ എന്ത് ചെയ്യാനാ ഞാൻ വിചാരിച്ച പോകുന്നൊരു സാധനമല്ലല്ലോ ഇത് ഒരുമാതിരി ഒരു സംഭവം കേട്ടോ ഇടയ്ക്ക് തലയിൽ ഇങ്ങനെ ഒരു പ്രേമഗാനമൊക്കെ വരും ഏത് പാട്ടാ കാതൽ റോജാവേ കോമഡിയാണോ എനിക്ക് ചിരിയൊന്നും വരുന്നില്ല എനിക്ക് പേടിയില്ലേ ട്വിസ്റ്റ് എന്തായാലും സൂപ്പറായിണ്ട് ഇനിയിപ്പോ ഇത് ആരോടും പറയണ്ട ഇതന്നെ ഇരുട്ടത്തിരിക്കുന്നേ ഇരുട്ടോ എന്നാ അങ്കിൾക്ക് ഞങ്ങൾ കാണാൻ മേലേ അല്ല എനിക്ക് ഇരുട്ടത്തും കാണാം അയ്യോ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചിട്ട് കിട്ടിയതാ ഒരുത്തം വന്ന് ചാടണ്ടേനെ ഉറക്കൊന്നും ഇല്ലയോ കേറുവാ ഇതന്നെ ചെമ്പക്കായിട്ട് നിങ്ങൾ വാ എന്താ ബീഫാ എടാ ഇതൊരു മലബാർ ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങളാ നീ അടുക്കളോട് എടുത്ത് വെക്ക് കുഞ്ഞൊന്ന് പിടിച്ചേടി നീ എന്തോ നോക്കി നിൽക്കുവോ ഇതൊന്ന് വിളിച്ചു പോലുമില്ലോ ഇത് അളിയനെ വരാൻ വേണ്ടി വന്നാ ഇതെന്താ ഇതിനി അളിയനാ സൂക്ഷിക്കണ്ടേ അയ്യോ വല്യപ്പനായിട്ട് മാർഗം കൂടി കത്തോലിക്കരായവരല്ലേ ഞങ്ങള് ഇത് വീട്ടിൽ സൂക്ഷിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ അളിയ ശിവകുമാർ അളിയൻ മരിച്ചപ്പോ അളിയനും ചെറുക്കനൂടെ ഈ ലോക്ക്ഡൌൺ സമയത്ത് അവിടെ എത്തി എന്തിനാ രക്തബന്ധം എന്നാലും പൂജയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പൂജയൊന്നുമില്ല അളിയ അമ്പലത്തിലെ ഉത്സവ സമയത്ത് ഇതൊക്കെ കൊണ്ടുപോകണം അവരത് പൂജിച്ചു തരും അളിയൻ ഇവിടെ കൊണ്ട് വെച്ചാൽ മതി ഒരു സൂക്ഷിപ്പ് ശിവകുമാർ അളിയൻ മരിച്ചപ്പോഴത്തേക്കിന് ആൺതരികൾ അവിടെ ആരുമില്ല പിന്നെ ഇതിന്റെ അവകാശമായിട്ടുള്ളത് നിങ്ങൾ അപ്പനും മോനുമാ അല്ലേ മുത്തശ്ശി ഇത് വാങ്ങിച്ചേ വെക്കുള്ളൂ ബേബിക്കാണ് ഇതിന് പൂർണ്ണ അവകാശം കൊടുത്ത് അടുത്ത പ്ലേറ്റ് എടുക്കുക അച്ചമ്മയ്ക്ക് വേണ്ടായിരുന്നു എനിക്കൂടെ ഒരു പ്ലേറ്റ് ഈ പല്ലില്ലാതെ ഈ സാമാനം എങ്ങനെ അടിക്കും അപ്പ ഞാൻ അങ്ങാടി പോയി പെൺഡ്രൈവ് മേടിച്ചിട്ടില്ല വേണേ വൈകുന്നേരം പോ അന്നേരം ബോട്ടിങ് വരെ ഇപ്പൊ നീ വാ ഇങ്ങോട്ട് എന്താ
ബേബി സാറേ, മൈര എന്നുള്ള വിളിയൊന്നും വേണ്ട സാറേ. പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഒരു മരുവെന്നാണ് നിന്റെ ഇത്ര വലിയ പ്രശ്നം. 3 ജോഡി ചെടിയാ നീ ശരളക്കി കളഞ്ഞത്. ഈ 500 ഏക്കറുള്ള ഒരു 3 ജോഡി ചെടിയല്ലേ സാറേ പോയുള്ളൂ. എടാ മാറിയെന്നേ. എന്നടാ മൈരന്നൊക്കെ ചേട്ടൻ മക്കൾ ഞങ്ങൾ നോക്കിക്കോളാം. ആയുധം കൊണ്ട് വെച്ച് പോകാൻ നോക്ക്. ആയുധം കൊണ്ട് പോടാ മൈരന്മാരെ. സാർ ഈ 2 വാക്കത്തിനെയൊക്കെ വെച്ച് എന്നാ ചെയ്യാനാ സാറേ? ഈ സാർ വലിയ ഷോ വെക്കാതെ പോകാൻ നോക്ക്. എന്നാ പറ്റിയ കുറച്ച് ദിവസമായാലും എന്നെ അങ്ങോട്ടും വിടാതെ പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നു. നിനക്ക് മിനി ബെസ്റ്റ് ഫ്രണ്ടാന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് നിന്നോട് പ്രേമമുള്ളത് നിനക്കറിയാവോ? അപ്പൊ എന്നൊക്കെ ഈ പറയുന്നേ? എനിക്ക് നിന്നോട് പ്രേമോ? ഇതൊക്കെ ആരായി പറയുന്നേ? അവിടെ ഇവിടുന്ന് പോകാനാ മുതലാളി പറയും. എങ്ങോട്ട് പോകാൻ? മുതലാളി പറയുമ്പോൾ ഒന്ന് പോകാൻ പറ്റുമോ? അപ്പം ഇങ്ങോട്ട് പോകാനാ പ്ലാൻ ചെയ്യുന്നേ? അപ്പം ഇതല്ലാതെ വേറെ എന്തെങ്കിലും പണി അറിയുമോ? അങ്ങനെ നമ്മളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റത്തില്ലപ്പാ. അപ്പൻ എന്നെ ഈ പറയുന്നേ? അപ്പൻ്റെ പേര് ഓ ബേബി എന്നാ. ഒതിയോത്തുന്നാ നമ്മുടെ വീട്ടുപേര്. അത് കഴിഞ്ഞിട്ടല്ലേ തിരുവാച്ചോലക്കാർ ഇവിടെ വന്നേ? ഒരു കാലത്ത് നമ്മളെ കൊന്നു കളയുക. നമ്മുടെ കൊല്ലമുള്ളതൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ അപ്പനപ്പന്മാരുമായിട്ട് അവർക്ക് മടുത്ത് കൊടുത്തത്. എന്നോടും അപ്പനോടും ഞങ്ങളോട് എല്ലാവരോടും ഈ തോട്ടവും വീടും ഒക്കെ വിട്ട് പോകണമെന്നാ പറയുന്നത് എൻ്റെ വല്യപ്പച്ചൻ. നിനക്കിനോട് പ്രേമമാണെന്നാ അവര് പറയുന്നത്. നിനക്ക് വല്ലതും ഉണ്ടോ? ഉണ്ട്. നീ ഇതൊക്കെ വിടൂ. നിങ്ങൾ ആരും എവിടെയും പോകുന്നില്ല. നമ്മുടെ ചെറുക്കമ്മയുടെ പ്ലാനും എല്ലാം നടക്കും. എന്നാലും വല്യപ്പച്ചൻ ഇതെങ്ങനെയാ അറിഞ്ഞ? ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? തീർന്നല്ലോ. കുറച്ചും കൂടി എടുത്തരട്ടെ? വേണ്ട. വല്യപ്പച്ച, എനിക്ക് ബേസിലിനോട് പ്രേമമൊന്നുമില്ല. ബേബിനോട് എന്തിനാ പോവാൻ പറയണേ? മോളോടല്ല ഇതൊക്കെ പറഞ്ഞു. വേഴാണ്. ബേസിൽ കൊട്ടത്തിൽ പറഞ്ഞാള്. മോള് പൊക്കോ. വലിയ പച്ചന് എത്ര കാല അല്ലേ? കൊക്കെത്ര കുളം കണ്ടതാ ഇല്ലേ അപ്പച്ച? ഒരു 12 മണിക്ക് കയറിയിട്ടേ ഒരു 3 മണിയായവ ഒന്ന് മുന്നിൽ വന്ന് കിട്ടാൻ. ഡ്രിങ്ക് വേണ്ടേ? എനിക്ക് ഓർമ്മ ചോദിച്ചോ. അവന്റെ മേപ്പറ തന്നെ കിട്ടി കൃത്യം. ബേബിയെ വരുന്നു, ആവുന്നേ ഉള്ളൂ. അത് മതി, അതായിണ്ടാവും. ബ്രെഡ് വേണ്ടേ? ആണോ?
അല്ല ഇത് അവിടെ നിന്ന് കുടുംബത്തെയും വാരിയെടുത്ത് ബേബി ഇവിടുന്ന് ഏത് തോട്ടത്തിലേക്കാ പോകുന്നത്? ഇപ്പൊ അല്ലാണ്ട് എന്താ ചെയ്യണം? തക്കാളി ഇങ്ങോട്ട് വെച്ചടാ. ആ തക്കാളി കൊടുക്ക. അപ്പച്ചൻ ആവശ്യപ്പെട്ടത് നാട് വിടാനല്ല. ദേവിയെ ഈ കണ്ണലൊന്ന് അടച്ചിട്ടേ. ബേബി എന്ത് പറഞ്ഞു വാ. ഇതെന്ത് ഇതുകൊണ്ട് വെച്ചിട്ട് പോ. നിനക്ക് ഇതെന്നാ പറ്റി? 2 ദിവസമായിട്ട് നോക്കുന്നല്ലോ. പിറ്റേ മയോണീസ് എടുക്കാം. സച്ചിൻ ചേട്ടനും ട്രക്കിങ്ങിന് വന്നവരായിട്ട് കാട്ടിലോട്ട് പോയിട്ടുണ്ട്. അവരോട് എത്തുമ്പോഴേക്കും എനിക്ക് മിനിയായിട്ട് തോട്ടം വഴി വ്യൂ പോയിന്റിലേക്ക് എത്താനായിരുന്നു. എനിക്ക് പോണം. നീ ഇപ്പം പോകണ്ട. അപ്പാ ഞാൻ പോയില്ലെങ്കിൽ ശരിയാകത്തില്ല. എൻ്റെ FP ഫ്രണ്ട്സാ വരുന്നത്. അവരെങ്കിലും അന്വേഷിച്ച് ആയി കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്ലാൻ അങ്ങോട്ട് ഓണാവും. ബേസിലെ നമ്മൾ ഈ നാട് വിട്ടു പോകുന്നതിനെ കുറിച്ച് ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നീ അവരുമായിട്ട് ചേർന്നിട്ട് കൂട്ടുവെച്ചറം നടത്തിയിട്ട് ലാഭം ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പം മിനിയുടെ കാര്യം കൊടുത്തിട്ടാണോ? അവള് വല്യപ്പച്ചനോട് പറഞ്ഞു അങ്ങനൊന്നും ഇല്ലെന്ന്. പിന്നെന്താ പ്രശ്നം? വല്യപ്പച്ചനോട് പോയി പറഞ്ഞോ? ആ. ഇവളെന്താ പൊട്ടിയാണോ? അവളൊന്ന് പോയി പറഞ്ഞ ഉടനെ തന്നെ വല്യപ്പനെ അതങ്ങ് വിശ്വസിച്ച് അവരിതങ്ങ് വേണ്ടാന്ന് വെച്ചു. നിന്റെയൊക്കെ എവിടെയാടാ ബുദ്ധിയിരിക്കുന്നത്? നീ എങ്ങും പോകണ്ട, ഇവിടെ തന്നെ നിന്നാ മതി. അപ്പാ എനിക്ക് പോണം. ഇങ്ങോട്ട് കാട്ടില്. ബേസിൽ എന്താ നിനക്ക് പറഞ്ഞിട്ട് മനസ്സിലാവാത്തായി? അപ്പനെ എത്ര നാളിങ്ങനെ കൂടെ കൊണ്ട് നടക്കും? അവരെ കൊല്ലുന്നാണ് അപ്പന്റെ പേടി. ഇവിടുന്ന് നമ്മൾ എങ്ങോട്ട് പോകാനാ? കൊല്ലാൻ പറ്റുന്നവർ നോക്കട്ടെ, ജീവിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. അപ്പനിപ്പ ഒന്ന് പോകാൻ വിടും, ഞാൻ പോട്ടെ. സെറ്റ്. നമസ്കാരം ബേബി സാറേ. പണിക്കാരെല്ലാം കയറിയോ? ആ പണിക്കാരെല്ലാം കയറി. ഒരു ടീമിന് കിട്ടിയിട്ടില്ല. ഒരു 50% അഡ്വാൻസ് കിട്ടുവാണെങ്കിൽ ബാക്കി പ്ലാൻ നമുക്ക് ഓണാക്കാം. പിന്നെ അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് സ്റ്റേയുടെ സെക്യൂരിറ്റി
दब जा। വലിയപ്പച്ച, ബേബിയെ കൊല്ലാൻ പണിക്കാരെയാണോ ഏൽപ്പിച്ചേ? എന്തായാലും പണിക്കാരുണ്ടെങ്കിൽ ബേബി തീർത്ത്. ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണ്ടേ പപ്പ. ബേബിനെ ഞാൻ തീർത്തുതരാം. പിന്നെ അറിയാലോ, ഈ കോവിഡൊക്കെ ആയിട്ട് സിംബാബ്വേയിലേക്കുള്ള തിരിച്ചുപോക്കൊക്കെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ചെകുത്താമലയുടെ ചുറ്റുമുള്ളൊരു 10 ഏക്കർ എൻ്റെ പേര് എഴുതി വെച്ചാൽ, അല്ല റിമിയുടെ പേര് മതി. തൽക്കാലം പോലീസ് വരട്ടെ, ബേബി കാട് കയറട്ടെ, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഉടഞ്ഞ സാറേ, ഓ അതെ, ID കാർഡൊന്നുള്ള പണിക്കാരല്ല. നമുക്ക് വേറൊന്നും വരാനൊന്നുമില്ല. പിന്നെ നമ്മളതൊന്നും വലിയ മൈൻഡ് ചെയ്യാതെ ഇരുന്നാൽ മതി.
ഈ ഒരു പ്രോപ്പർ പ്രൊപ്പോസൽ പോലെ ഇമെയിൽ മാത്രം അയച്ചാൽ മതി. അത് നീ വൈകുന്നേരം ചെയ്താൽ മതി. അത് ചെയ്താ ഞാൻ പോയേക്കുവാ. ഓക്കെ ബൈ. ഓ ബേബി, ഇതേതാ ഉദയത്ത് ഹൗസ്? ഈ വീടാ സാധനം. ഇതാരാ? മോനാ. ഇരിക്കടാ. യൂണിയൻകാരുമായിട്ട് അടിയുണ്ടായപ്പോ നീ ഇവിടെ ഉണ്ടായിരുന്നുള്ളു കേട്ടെ. ഇല്ല സാറാ. അപ്പനെ എവിടെയാണ് ഒളിപ്പിച്ചേക്കുന്നേ? അപ്പനെന്തേ? എന്താ ഇവിടെ നിറയെ വാക്കത്തെയും വാളുമൊക്കെ കൂട്ടിയിട്ടേക്കാണല്ലോ. ബേബി ഇപ്പോ കാട്ടിൽ കയറി കാണും. പിടിക്കാൻ ബുദ്ധിമുട്ടും. കുറച്ചുകൂടി പോലീസുകാരൊക്കെ വേണ്ടി വരും. നോക്കാം. ഞാനങ്ങട്ട് എന്താ ചേച്ചാ? അത് നമ്മുടെ ബേബി 2 പണിക്കാരെ കൊന്നു. എന്നാൽ ഇവനിത് എന്നാ പണിയായി കാണിച്ച്? ഇനിയിപ്പൊ പത്രമായി, ചാനലായി, തോട്ടത്തിൽ നാണക്കേടുമായി. എന്നാൽ ഇവരെന്തോ പറ്റിയത്? ഇവനെ കണ്ടാലേ ചോദിക്കാൻ പറ്റും. Cheers. Now it's my game. I'm going to rule this jungle. മാവോയിസ്റ്റ് കേട്ടോ. തിരുവാച്ചോല പ്ലാന്റേഷൻ 2 പേർ കൊല്ലപ്പെട്ടു. ഒരാൾ കാട്ടിലേക്ക് രക്ഷപ്പെട്ടു. ഓക്കെ. ഇതിലെന്തോ വലിയ പ്ലാനുണ്ട്. ഞാൻ രാവിലെ സ്റ്റാൻഡിൽ ഇറങ്ങുന്നുണ്ടായിരുന്നു. ബൈക്കില്ലാതെ ഇറങ്ങിയത്. പക്ഷെ കയ്യിൽ റൈഫിൾ ഉണ്ടായിരുന്നു. അപ്പനെ കാട്ടിലിട്ട് തീർത്തിട്ട് മാവോയിസ്റ്റാന്ന് വരുത്തി തീർക്കാനുള്ള പ്ലാനാ. ഇത് പോലീസിൽ അറിയിക്കും. പോലീസൊക്കെ അറിഞ്ഞിട്ടല്ലേ ഇതൊക്കെ? അറിയിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാരെ അറിയിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഹയർ അതോറിറ്റീസിനെ ഇൻഫോം ചെയ്യാം. അതാ നല്ലത്. എങ്ങനെ പോവും? ഇവള് കയറ്റി കിടന്ന മുതലാളി അറിയും. കയറ്റി കിടക്കാതെ പോ. വേറെ വഴിയുണ്ടല്ലോ. നീ ആ കണ്ണാടി മൂരിയേര്. എന്നാടാ രാത്രി ഉറങ്ങിയില്ലായിരുന്നോ? കണ്ണെല്ലാം ഒരുമാതിരി. എന്റെ അമ്മ ഇവിടെ ആറുള്ളൂ. നേരെ ഒന്ന് വെളുക്കണ്ടേ? ആ പിന്നില്ല അമ്മ, എനിക്ക് ഒരു വർക്ക് സെറ്റ് ആയിട്ട് അതിപ്പോ നാളെ മുതൽ പോണം. ഇവിടെ അടിപൊളിയാണ്. അവിടെ ഇഷ്ടം പോലെ മലയാളീസ് ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുമോ? എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുമോ? ഇനി എന്ത്? ഓ ഇഷ്ടം പോലെ. എന്താണ് എന്നാടി ബേസിലും എന്നാടി നീ വെച്ചേടാ. ഞാൻ വിളിക്കാം. പോയെന്നു? ഇനിയും ബേസിൽ എവിടെ പോയത്? രണ്ടുപേരും കൂടെ ഒളിച്ചോടിയോ? മാത്രം മതി. മെറി മാത്രം മതി. എല്ലാരും പോയേ.
അതേടി നിന്നോട് പറഞ്ഞാണോ അവര് പോയത്? കാലത്ത് 10 മണിയാകുമ്പോഴത്തേക്കെങ്കിലും ഓഫീസിൽ SP എത്തുമായിരിക്കും അല്ലേ? എത്തുമായിരിക്കും. പോലീസ് അതോറിറ്റീസിന് വൈകുന്നേരം 5 മണി വരെങ്കിലും ഓഫീസിലിരുന്നുണ്ട്. അവർക്ക് കോവിഡ് ഡ്യൂട്ടിയായിരുന്നു. ടൈമൊക്കെ കണക്കാ. ഞാൻ ആ പൂട്ടം കല്ലി പൊട്ടിക്കാം. നീ വേണം നമുക്ക് അകത്തേക്ക് ഇരിക്കാം. എന്നിപ്പോ ഇതെങ്ങനെ? നാളെ SP ഓഫീസിൽ പോയി കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നീ എങ്ങനെ തിരിച്ച് വീട്ടിൽ കയറും? നമ്മൾ അങ്ങോട്ട് പോവും. എൻ്റെ പേര് മിനി. എനിക്ക് ബേസിലിനെ ഇഷ്ടമാണ്. അത് എൻ്റെ ഫാമിലി ആക്സെപ്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫാമിലി കാരണം ഇവന് ത്രെറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഫിയർ. അതുമാത്രമല്ല ഇവൻ്റെ ഫാദർ ആണെങ്കിൽ കഴിഞ്ഞ ഈവനിങ് മുതൽ മിസ്സിങ്ങുമാണ്. അപ്പോൾ ഇതായിട്ട് അത് കണക്ഷൻ ഉണ്ടോയെന്നും ഡൗട്ടുണ്ട്. പ്രൊട്ടക്ഷൻ വേണം സാർ. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പുറത്തുനിന്നൊരു പേപ്പർ വാങ്ങിച്ചിട്ട് അതിൽ എഴുതി കൊടുത്തേക്കും. പാരൻസിൻ്റെ പേരും ഫോൺ നമ്പറും വേണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ സാർ. സാറ് പോയല്ലോ. എഴുതിയിട്ട് വെയിറ്റ് ചെയ്യൂ, സാർ വരും. ഒരു ജ്യൂസ് കുടിക്കാൻ പോയല്ലോ. എങ്ങോട്ടാ? ജ്യൂസ് കുടിച്ചിട്ടില്ല. എന്ത് ജ്യൂസ്? ഓറഞ്ച്. അവിടെ ഇരിക്കെ, ജ്യൂസൊക്കെ വരുത്തിച്ച് തരാം. ബേസിലൊന്ന് ശ്രദ്ധിക്കണം, അവനെ എങ്ങോട്ടും വിടരുത്. അവരൊന്ന് കണ്ടിട്ട് ഞാൻ പതുക്കെ കാട്ടിലോട്ടൊന്ന് കയറുമോ? അവനോട് സ്റ്റേഷനിൽ പോയത്. പോലീസ് സ്റ്റേഷനിലോ? എന്തിന്? മാവോയിസ്റ്റിലൊക്കെ ബേബിയെ കൊല്ലാനല്ലേ പത്രത്തിൽ വായിച്ച്. മോളെ, DYSP വരാൻ പറഞ്ഞിരുന്നു. ഞാൻ ഇവരുടെ ഗ്രാൻഡ് പാരന്റ് ആണ്. ശരി, നിങ്ങളുടെ മകള് തന്നൊരു പരാതിയാണ്. ഓ, എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അച്ചാച്ചൻ്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ ആളില്ലേ നീ? ഇവൾക്ക് എന്ത് പറയാനുണ്ടെങ്കിലും അത് മുഖത്ത് നോക്കി പറയും. അങ്ങനെ അവരെ വളർത്തിയിരിക്കുന്നേ. ഇവന് പ്രായം 18ആയി. ഇവൾക്ക് 17 ആവുന്നതേ ഉള്ളൂ. സർ, പ്ലീസ് ഇൻവെസ്റ്റിഗേറ്റ് ദിസ് പെറ്റീഷൻ. അന്വേഷിക്കണം. ബേബി എവിടെയാണെന്ന് സാറ് അന്വേഷിച്ച് കണ്ടുപിടിക്കണം, എത്രയും വേഗം. സർ, ഞങ്ങൾ രണ്ടുപേരും കംപ്ലൈന്റ് ആയിട്ട് വന്നത് ഞങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോ എന്റെ ഫാമിലിയെ തന്നെ അറിയിക്കാന്ന് വെച്ചാൽ സർ ചെയ്ത് തീരെ ശരിയായില്ല.
വാ. ബേസിൽ എന്നോട് പ്രേമൊന്നുമില്ല വല്യപ്പച്ച. പിന്നെ എന്തിനാ ബേബിനെ? പിന്നെന്തിനാ നീ അവിടെ പ്രേമാണെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തത്? അത് കീറിക്കളെ ഞാൻ പറഞ്ഞപ്പോ നീ എന്തിനാ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്? പിന്നെ ഞങ്ങളൊക്കെ നിന്റെ ആരാടി? ഇനി എന്റെ മുമ്പിൽ ഉണ്ടാവണം രണ്ടാളും. മതി കറക്കമൊക്കെ. ആൾക്കാരും നാട്ടുകാരും ഒക്കെ അറിഞ്ഞു. ഇല്ല. എവിടേക്കെങ്കിലും മാറ്റിയാലോ? എറണാകുളത്തേക്കോ മറ്റോ? എന്റെ മോളെ നാട് കടത്താനോ? അവനെ പേടിച്ച് എന്നാ കറമ്പൻ ചെറുക്കനെ അവിടെ ഞാൻ കാട്ടിക്കയറ്റും. എന്താടാ? എന്താ? വന്നപ്പോ കയ്യിൽ തോക്കുണ്ടായിരുന്നോ? വന്നപ്പോ കൈ തോക്കുന്നില്ലായിരുന്നു. ഏതാണ്ട് തോട്ട പൊട്ടി എന്തോ വെടിവെച്ച് പോലെ എല്ലാവരും വല്ല മരപ്പെട്ടി കെട്ടും കീച്ചുകാരിയാണ്. ആ ഏരിയയിലൊക്കെ ഈ വേട്ടക്കാരുടെ ശല്യം കൂടുതലുള്ള സ്ഥലങ്ങളാണ്. ഇന്നത്തോടടുത്ത് പോസ്റ്റ് കഴിയുമെന്ന് പറഞ്ഞു. ആ വേറെ ആരും കേട്ടില്ലെങ്കിൽ നമ്മളായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യാൻ നിൽക്കണ്ട. അങ്ങ് ദൂരെ ഒരു തോക്കിന്റെ അലപ്പ് കിട്ട്. നമ്മുടെ തോക്കിന്റെ അല്ലത്. നീ എങ്ങോട്ടാ? ഞാൻ എന്താണെന്ന് നോക്കിയിട്ട് വരാം. അളിയനെ പൊക്കോ.
നിന്നെ തിരയാൻ നിന്റെ തന്ത വരും. അവൻ വരട്ടെ.
ജീവനുണ്ടേ തീർന്നാ കൂടെ വന്ന് വിളിക്കടാ. പണി ഇവിടെ എന്താ കരച്ചില്? അവിടെ ബേബിസാറിന്റെ മകൻ മരിച്ചു. ബേസിലോ? ആ അവരെന്ത് പറ്റി? അത് കാട്ടിനുള്ളിൽ പോയിട്ട് എന്തോ ആണ് അങ്ങോട്ട് ചെലുത്ത. നീ കേട്ടാ ഇനിയിപ്പ എന്നാ അവിടെ പോയിച്ചു വരട്ടെ. നമുക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാ. വേണ്ട വേണ്ട, ഞാൻ നോക്കിക്കോളാം. ആശുപത്രിയിൽ കൊണ്ടുപോകണ്ട, ഞാൻ നോക്കിക്കോളാം. വീട്ടിൽ മരിച്ചിട്ടില്ല, വലിയ ചോദിച്ചില്ലേ? അപ്പോ സ്റ്റാനി സോറി. ഇങ്ങനെ പ്രേമിച്ചുകൊണ്ട് ഇതൊക്കെ നീ പറഞ്ഞ നേരാ. ഇതാരോടാ എപ്പോഴും തോന്നിയൊന്നും പറയാൻ പറ്റിയില്ല. അപ്പ അവൾക്ക് എന്നോടുള്ള പോലെ എനിക്ക് അവളോട് തോന്നുക.